ഈ എസ്തെറ്റിക് ദാറ്റ് ഗേൾ ട്രാൻസ്ഫോർമേഷനെ പറ്റി നമ്മൾ കുറേ വീഡിയോസ് കാണാറുണ്ട്, ഞാനും കാണാറുണ്ട്. പക്ഷേ ഈ എസ്തെറ്റിക്സ് കൊണ്ട് മാത്രം 2026 നമുക്ക് ഗ്ലോ അപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന ട്രാൻസ്ഫോർമേഷൻ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഫോർ ദ ഇൻസ്റ്റാ ഫീഡ് ബട്ട് ഫോർ ദ ലൈഫ് ദാറ്റ് ആക്ച്വലി വർക്ക്സ്. സോ ഐ ആം ഹിയർ ടു ഷെയർ 5 റിയൽ തിങ്സ് ദാറ്റ് ക്യാൻ ഹെൽപ്പ് യു ഗ്ലോ അപ്പ്. മറ്റേ എസ്തെറ്റിക് ഗ്ലോ അപ്പ് അല്ല, ദ റിയൽ ഗ്ലോ അപ്പ് ദാറ്റ് നമ്മളെപ്പോഴും മാനിഫെസ്റ്റ് ചെയ്യുന്ന ആ ഗ്ലോ അപ്പിന് നമ്മളെ കൂടുതൽ അലൈൻ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന 5 റിയൽ തിങ്സിനെ പറ്റി നമ്മൾ നോക്കാൻ പോകുന്നത്. ദ ഫസ്റ്റ് തിങ് ഇസ് ഡിസിപ്ലിൻ ഓവർ മോട്ടിവേഷൻ. മോട്ടിവേഷൻ എന്ന് പറഞ്ഞൊരു മൂഡാണ്, ഡിസിപ്ലിൻ എന്ന് പറഞ്ഞൊരു സ്കില്ലാണ്. ഈ മൂഡ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ മോട്ടിവേഷൻ ചേഞ്ച് ചെയ്തോണ്ടിരിക്കും. പക്ഷേ ഡിസിപ്ലിൻ എന്നുള്ള സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇറ്റ്സ് എ സ്കിൽ ദാറ്റ്സ് ഡെവലപ്ഡ്. അതിന് കുറച്ച് പണി ഉണ്ടാവും, പക്ഷെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മളെ റിവാർഡ് ചെയ്ത് തുടങ്ങും. ജസ്റ്റ് ലൈക്ക് നമ്മുടെ ടെക്നിക്കൽ ആൻഡ് ഡൊമൈൻ സ്കിൽസ് ഒക്കെ നമുക്ക് പേ ചെയ്യുന്നില്ല, അതുപോലെ അത്ര തന്നെ വാല്യൂ ഉള്ളതാണ് ഈ ഡിസിപ്ലിൻ എന്നുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു റുട്ടീൻ്റെ ബേസിൽ, ഒരു റിച്വലായിട്ട് അങ്ങനെയായിരിക്കും. നോട്ട് ജസ്റ്റ് ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഡൂയിങ്, ഐ എം നോട്ട് ഡൂയിങ്. ആ മൈൻഡ് നമുക്ക് മാറിയിട്ട് ഇറ്റ്സ് ലൈക്ക് എ റിച്വൽ, ഇതെല്ലാ ദിവസവും ചെയ്യേണ്ട സാധനമാണ്, ഇതിൽ ചേഞ്ച് വരുത്താൻ പറ്റില്ല എന്നുള്ള മൈൻഡ് സെറ്റിലുള്ള ഒരു സ്കിൽ, ആ ഡിസിപ്ലിൻ, ആ ലെവൽ ഓഫ് ഡിസിപ്ലിൻ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ വിൽ ബി മോർ അലൈൻ ടു ദാറ്റ് ഗേൾ ദാറ്റ് വി ഇവൻച്വലി വോണ്ട് ടു ബിക്കം. ഇതിന് നമുക്ക് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ലൈക്ക് ഒരു സ്ട്രിക്റ്റ് ഷെഡ്യൂൾ ഉണ്ടാക്കുക, ആൻഡ് ചില കാര്യങ്ങൾ റുട്ടീൻസ് ആക്കി മാറ്റുക, മോർ ഓർഗനൈസ്ഡ് ആക്കി വെക്കുക, ആൻഡ് ഡോണ്ട് നെഗോഷിയേറ്റ് വിത്ത് യുവർ സെൽഫ്. ഇപ്പം ഞാനൊക്കെ ചെയ്യുന്ന ഒരു സാധനം, ഇപ്പോൾ 6 മണിക്ക് അലാറം വെച്ചിട്ടുണ്ടെങ്കിൽ സാരമില്ല, ഒരു 5 മിനിറ്റോടെ ഞാൻ എന്നോട് തന്നെ നെഗോഷിയേറ്റ് ചെയ്യുക. ആ തിങ് നമ്മൾ കംപ്ലീറ്റ്ലി ഓവർറൈഡ് ചെയ്യണം. നമ്മൾ നമ്മളോട് തന്നെ നെഗോഷിയേറ്റ് ചെയ്യാൻ പാടില്ല. ലൈക്ക് ഈ റൂൾസ് വെച്ചത് നമ്മളാണ്, അത് എന്തിനാണ് വെച്ചത്, ആ ഗോളിലെത്താൻ വേണ്ടിയിട്ട്. സോ അറ്റ് എനി കോസ്റ്റ് വി വോണ്ട് നെഗോഷിയേറ്റ് യുവർ സെൽസ്. അപ്പം അതാണ് നമ്മുടെ ഫസ്റ്റ് തിങ്, ഡിസിപ്ലിൻ ഓവർ മോട്ടിവേഷൻ. ദ സെക്കൻഡ് തിങ് ഇസ് കട്ടിങ് ഓഫ് ക്വയറ്റ്ലി. നമ്മൾ ഒരു ഡിസ്റ്റൻസ് എടുക്കണമെങ്കിൽ അതിന് മുമ്പ് നമ്മൾ പറയും, ഓക്കെ ഞാൻ ഡിസ്റ്റൻസ് എടുക്കാൻ പോവാണ്, അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടും, ഞാൻ കുറച്ച് സ്ഥലത്തേക്ക് ഇൻസ്റ്റ കട്ട് ഓഫ് ചെയ്യാൻ പോവാണ്, എന്നെ അവൈലബിൾ ആയിരിക്കില്ല എന്നൊക്കെയുള്ള അങ്ങനത്തെ കൈൻഡ് ഓഫ് സാധനങ്ങൾ നമുക്ക് 2026 വേണ്ട. ജസ്റ്റ് കീപ് ക്വയറ്റ്. നമ്മൾ അനൗൺസ് ചെയ്യുന്നില്ല, ബ്ലോക്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് മൈൻഡിങ് അവർ ഓൺ ബിസിനസ്. ലൈക്ക് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നോട്ട് എവ്രി വൺ ഡിസേർവ്സ് യുവർ എനർജി. നമ്മൾ നമ്മുടെ ടൈമിന് എനർജിനൊന്നും ഒത്തിരി വാല്യൂ ചെയ്യുന്നില്ല, ബട്ട് നമ്മുടെ എനർജി ലൈക്ക് എല്ലാവരും ഡിസേർവ് ചെയ്യുന്നില്ല. അത് ഡിസേർവ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം കൊടുത്തിട്ട് ജസ്റ്റ് ബാക്ക്, ബി ക്വയറ്റ്, കുറച്ച് സ്ലോവർ റിപ്ലൈസ്, അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് ഉണ്ടാകുമ്പോഴത്തേക്ക് ആർഗ്യുമെന്റ്സിന് മുകളിൽ പിന്നെ ആർഗ്യൂ ചെയ്യാതെ ജസ്റ്റ് കീപ് സൈലന്റ്, അവോയ്ഡ് ഗോസിപ്സ്, അല്ലെങ്കിൽ ഞാനില്ല, നോ പറയാനുള്ള ഗിൽറ്റ്, ആ സാധനമൊക്കെ ഗിൽറ്റ് ഇല്ലാതെ നോ പറയാം. ഇത്ര സാധനങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് കട്ട് ഓഫ് ക്വയറ്റ്ലി, അത് നമ്മുടെ എനർജീനെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ ഉള്ള എനർജി നമുക്ക് ദാറ്റ് സെൽഫിലേക്ക് കൂടുതൽ അലൈൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സെക്കൻഡ് തിങ് അതാണ്, കട്ട് ഓഫ് ക്വയറ്റ്ലി. ദ തേർഡ് വൺ ഈസ് സിസ്റ്റംസ് ഓവർ മൂഡ്സ്. ലൈക്ക് നമ്മൾ ചിലരെ പറ്റി പറയാറില്ലേ, അവള് ജന്മന സിസ്റ്റമാറ്റിക് ആണ്, അവള് ലക്കിയാണ്. അല്ല, ഷീ വൺസ് വർക്ക് ലൈക്ക് ദിസ്. നമ്മൾ ഇനിയിപ്പോൾ വർക്ക് ചെയ്യാൻ പോകുന്നാലും പുള്ളിക്കാരി പണ്ടെപ്പോഴും വർക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പുള്ളിക്കാരി ഇപ്പോൾ നാച്ചുറലി ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അതുപോലെ ഓർഗനൈസ്ഡ് ആണ്. വേണമെങ്കിൽ മീൽ പ്രിപ്പ് ചെയ്യുക, ക്ലീനിങ് റുട്ടീൻ ഉണ്ടാക്കുക, ടൈം ബ്ലോക്ക് വെക്കുക, ലൈക്ക് വർക്കിനൊരു ടൈം ബ്ലോക്ക് വെക്കുക, ഫ്രീ ടൈമിനൊരു ടൈം ബ്ലോക്ക് വെക്കുക, എന്നിട്ട് ആ ടൈം ബ്ലോക്കിൽ വേറൊന്നും ചെയ്യാതിരിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് നമ്മുടെ സിസ്റ്റംസ് ബിൽഡ് ചെയ്യാൻ പറ്റും. ഈ സിസ്റ്റംസ് നമ്മളെ കൂടുതൽ സെൽഫ് റിഫ്ലക്റ്റ് ചെയ്യാൻ സഹായിക്കും. എവിടെയൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമുക്ക് ക്ലിയർ ആയി മനസ്സിലാകാൻ പറ്റും. അപ്പോൾ ആ സാധനം വിൽ ഹെൽപ്പ് us ടു അലൈൻ മോർ വിത്ത് ദ ഹയർ സെൽഫ്. ദ ഫോർത്ത് തിങ് ഇസ് ഐഡൻറ്റിറ്റി ഓവർ എസ്തെറ്റിക്സ്. അതായത് എസ്തെറ്റിക് ഗ്ലോ അപ്പിന് നമ്മുടെ ഇൻസ്റ്റഗ്രാം ഫീഡ് അടിപൊളിയാക്കാൻ പറ്റിയിരിക്കും, പക്ഷേ ദ റിയൽ ഗ്ലോ അപ്പ്, ദ ഐഡൻറ്റിറ്റി ഗ്ലോ അപ്പിന് ക്യാൻ ഹെൽപ്പ് ടു എൻഹാൻസ് അവർ ഫ്യൂച്ചർ. നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ബീയിങ് സ്മാർട്ട്, ബീയിങ് ഇൻ്റലിജൻറ്റ്, ബീയിങ് ഇമോഷണലി സ്റ്റേബിൾ,
ബീയിങ് മെന്റലി അവെയർ, ഇതൊക്കെയാണ് ദ ന്യൂ പ്രിറ്റി. ആൻഡ് ലുക്കിംഗ് എക്സ്റ്റേണലി പ്രിറ്റിനേക്കാൾ കൂടുതൽ ബീയിങ് കേപ്പബിൾ ആണ് ഇപ്പോൾ ആൾക്കാർ വാല്യൂ കൂടുതൽ ചെയ്യുന്നത്. സോ ബുക്ക് വായിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക, സെൽഫ് റിഫ്ലക്റ്റ് ചെയ്യുക, ആൻഡ് അപ് സ്കില്ല് ചെയ്യുക, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ഐഡൻറ്റിറ്റീനെ ബെറ്റർ ആക്കാനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ 2026 ചെയ്യേണ്ടത്. ഈ ഐഡൻറ്റിറ്റി ആയിരിക്കും നമ്മളെ ഫ്യൂച്ചർ സെൽഫിലേക്ക് അലൈൻ ചെയ്യാനുള്ള കൂടുതൽ ഹെൽപ്പ് നമ്മളെ ചെയ്യുന്നത്, റാദർ ദാൻ എസ്തെറ്റിക്സ്. ദ ഫിഫ്ത്ത് തിങ് ഇസ് പ്രൊട്ടക്ട് എനർജി ലൈക്ക് യുവർ അസെറ്റ്. നമ്മളിപ്പോൾ ഞാൻ കുറച്ചു മുമ്പ് തന്നെ പറഞ്ഞു, നമ്മുടെ എനർജി നമ്മുടെ ട്രാൻസ്ഫോർമേഷനിലൊരു ബിഗ് പാർട്ടാണ്. അതായത് നമ്മുടെ എനർജി നമ്മുടെ ഒരു അസെറ്റ് ആണ്. ഈ എനർജി വൈബ്രേഷൻസ് ആണ് നമ്മളെ ഫ്യൂച്ചർ സെൽഫായിട്ട് കൂടുതൽ അലൈൻ ചെയ്യിക്കുന്നത്. അപ്പം നമ്മൾ പോലും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, ബട്ട് പല സിറ്റുവേഷൻസ് അല്ലെങ്കിൽ പല ആൾക്കാരും നമ്മുടെ എനർജിയെ ഭയങ്കരമായി ഡ്രെയിൻ ചെയ്യുന്നുണ്ടാവും. പലരുടെയും അർജൻസി നമ്മുടെ എമർജൻസി ആയിട്ട് നമ്മൾ കണ്ടിട്ട് നമ്മൾ അത് എമർജൻസി ആണല്ലോ എന്ന് ഓർത്തിട്ട് അവർക്ക് വേണ്ടി നമ്മൾ കൂടുതൽ എനർജി സ്പെൻഡ് ചെയ്യും. നോ, ഇനഫ്. എല്ലാവരുടെയും അവരുടെ എമർജൻസി നിങ്ങളുടെ എമർജൻസി ആവണമെന്ന് ഒരു നിർബന്ധമില്ല. യു ഹാവ് ടു ക്ലിയർ യുവർ മെന്റൽ സ്പേസ്. ലൈക്ക് നമ്മുടെ മെന്റൽ സ്പേസ് ഒത്തിരി ക്രൗഡഡ് ആയിരിക്കരുത്. അതായത് അയാൾക്ക് ചെയ്തു കൊടുത്തില്ലല്ലോ, അത് പ്രശ്നമായോ, അയാൾ ഓക്കെ ആയിരിക്കോ, അങ്ങനെയൊക്കെ ചിന്തിച്ച് നമ്മുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്നതിനേക്കാൾ പകരം ആ എനർജി നമ്മൾ നമ്മുടെ അപ് സ്കില്ലിങ്ങിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ബെറ്റർമെന്റിലേക്ക് ചാനൽ ചെയ്ത് വിടണം. ഇതിനിപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? അടിപൊളി ഒരു സ്ലീപ്പ് ഷെഡ്യൂൾ ഉണ്ടാക്കാം, നമ്മുടെ ഡ്രിങ്കിങ് ഷെഡ്യൂൾ ശരിയാക്കാം, നല്ല ഹൈഡ്രേഷൻ ഉണ്ടാക്കാം. ആൻഡ് ഒരു പാരഗ്രാഫ് ഫുൾ എഴുതാതെ നോ പറയാം. ലൈക്ക് സാധാരണ നമ്മൾ നോ പറയുമ്പോഴത്തേക്ക് അതുകൊണ്ട് പറ്റുന്നില്ല, ഇതുകൊണ്ട് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു ലോഡ് ജസ്റ്റിഫിക്കേഷൻ കൂടെ പറയും. നോ നീഡ്, ജസ്റ്റ് സേ നോ. നമ്മുടെ എനർജി നമുക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്താലേ നമ്മളെ ഡ്രെയിൻ ചെയ്യിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് അവോയ്ഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദ ഫിഫ്ത്ത് തിങ് ഇസ് പ്രൊട്ടക്ട് എനർജി ലൈക്ക് എൻ അസെറ്റ്. കാരണം നമ്മുടെ എനർജി ലോ ആണെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളതെല്ലാം ഫോൾ അപ്പാർട്ട് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. സോ നമ്മൾ ഇത്ര നേരം പറഞ്ഞാൽ എന്താ, 2026 ഈ ക്യൂട്ട് സ്റ്റഫിന് പുറകെ പോകുന്നതിന് പകരം നമ്മൾ റിയൽ സ്റ്റഫിന് പുറത്തേ പോകും. അതിന് ചെയ്യുന്ന 5 കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് വൺ ഡിസിപ്ലിൻ, സെക്കൻഡ് സിസ്റ്റം, തേർഡ് ഐഡന്റിറ്റി, ഫോർത്ത് ബൗണ്ടറി ആൻഡ് ഫിഫ്ത്ത് എനർജി. ഈ 5 കാര്യങ്ങൾ നമ്മൾ ഒരു വിട്ടുവീഴ്ച ഇല്ലാതെ അങ്ങോട്ട് ശ്രദ്ധിക്കാം. ആൻഡ് വിൽ ബി ക്ലോസർ ടു ദാറ്റ് ഗേൾ ദാറ്റ് വി ഡ്രീം ഓഫ്. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ന്യൂ സെൻസ് ഓഫ് സീരിയസ്നെസ് കിട്ടും നമ്മളെ പറ്റി. And that will help us to work more on these things and align more to that self. If you want snackable steps in each of this, do comment. I'll do a part 2. Bye.